നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ആരാധ്യ സ്റ്റുഡിയോസ് നിർമ്മിച്ച എക്കോ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. എക്കോ കിഷ്കിന്ധാകാന്ഡം സംവിധാനം ചെയ്ത സംവിധായകനാണ്. കേരള ക്രൈം ഫയൽസ് 2 സംവിധാനം ചെയ്ത സംവിധായകനാണ് ദിൻജിത്ത് അയ്യത്താൻ. കിഷ്കിന്ധാകാന്ഡം ആകാംക്ഷാഭരിതമായി തന്നെ മുന്നോട്ട് പോയി നമ്മളെ ആവുന്നത്ര രസിപ്പിച്ച ഒരു സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. ഇവിടെയും അതുപോലെ തന്നെ സസ്പെൻസ് നിലനിർത്താനായിട്ട് ആദിമധ്യാന്തം ആ സസ്പെൻസ് നിലനിർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കുരിയാച്ചനെ അന്വേഷിച്ച് എത്തുന്ന, മലമുകളിലേക്ക് എത്തുന്ന, കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ ആ ബോർഡറിലുള്ള മലനിരകളിലേക്ക് എത്തുന്ന മോഹൻ പോത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ മോഹൻ അപ്പൂട്ടി, അശോകൻ അവതരിപ്പിക്കുന്ന അപ്പൂട്ടിയും മോഹൻ പോത്തിനെ അവതരിപ്പിക്കുന്ന വിനീതും ആണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന രണ്ട് കഥാപാത്രങ്ങൾ. ഇവരെ എല്ലാ സാധനങ്ങളും എടുത്തു വച്ചതിന് ശേഷം ഒരു പെട്ടി മാത്രം ബാക്കിയുണ്ടായിരുന്നു. മോഹൻ പോത്തൻ്റെ കൈവശം ഇരുന്ന ഒരു വലിയ പെട്ടി. ആ പെട്ടിയിൽ നിന്നൊരു കുര കേൾക്കാം. ഒരു പട്ടിയാണത്, നായയാണത്, പട്ടിച്ചിയാണെന്ന് മോഹൻ പറയുന്നുണ്ട്, അപ്പൂട്ടിയോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ കുര്യാച്ചനെ അന്വേഷിച്ച് കാട് കയറുകയാണ്, മലകൾ കയറുകയാണ്, മലനിരകൾ കയറുകയാണ്. അവിടെ ഒരു ഭാഗത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാതെ വരികയും അവിടെ അവർ നിന്ന് മലമുകളിലേക്ക് നോക്കി നിൽക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോഴാണ് നമ്മൾ മലാത്തിയടത്തിയെ, അതായത് മലയ എന്ന മലേഷ്യയിൽ നിന്നും വന്ന ഒരു ലേഡി ആയതുകൊണ്ടാണ് മലാത്തിയടത്തി. അവർക്ക് പ്രായമായി അവർ കുര്യാച്ചൻ്റെ സഹധർമ്മിണിയായി മല കയറി വന്നതാണ്. കേരളത്തിലെ മല കയറി ഇന്ത്യയിലേക്ക് വന്ന ആളാണ് മലാത്തിയടത്തി. മലാത്തിയടത്തി അവതരിപ്പിക്കുന്നത് മലയക്കാരി തന്നെയാണ്. മലാത്തിയടത്തി അവതരിപ്പിക്കുന്നത് ഭംഗിയായിട്ട് തന്നെ അവർ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സന്ദീപ് പ്രദീപാണ് ഇതിൽ മണികണ്ഠനാകുന്നതും പിയൂസ് ആകുന്നതും. പിയൂസ് എന്ന പേരിൽ മലാത്തിയടത്തിയെ പരിചരിക്കാനായിട്ട് എത്തിയിരിക്കുന്ന യുവാവാണ് ഇയാൾ. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ മലാത്തിയടത്തിയെ പരിചരിക്കാനല്ല വന്നത് എന്നൊക്കെ സൂചനകൾ നൽകുന്നുണ്ട്. അവസാനമാകുമ്പോൾ വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളോടുകൂടി കുര്യാച്ചനെ അന്വേഷിച്ച് പലരും വരുന്നുണ്ട്. ഫിലിപ്പ് വരുന്നുണ്ട്, നരേൻ്റെ ഫിലിപ്പ് വരുന്നുണ്ട്, പാപ്പച്ചനൊക്കെ വരുന്നുണ്ട്. അതിനുമുമ്പ് വേറെ ആരൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ട്, പോലീസുകാർ അന്വേഷിച്ച് വരുന്നുണ്ട്. വിനു പാപ്പു അവതരിപ്പിക്കുന്ന ആൾ ഒരു പോലീസുകാരനാണ്. ഡ്രൈവറുടെ വേഷം, കൂപ്പിൽ പണിയെടുക്കുന്ന ഡ്രൈവറുടെ വേഷത്തിൽ വന്നിരിക്കുന്ന വിനു പാപ്പും അദ്ദേഹത്തിൻ്റെ സഹായിയും രണ്ടുപേരും പോലീസുകാരാണ്. അവരാണ് പിയൂസ് അല്ല, അവൻ നീലകണ്ഠനാണ്, മണികണ്ഠനാണ് എന്ന് പറയുന്നു. അപ്പോൾ ആരാണ് കുര്യാച്ചൻ? കുര്യാച്ചൻ ഒരു പട്ടിപ്രേമിയായിരുന്നു. നായകളോട് അയാൾക്ക് വല്ലാത്ത പ്രണയമായിരുന്നു. അയാൾ ഒരു കാലത്ത് മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മലേഷ്യക്കാരൻ്റെ കൂടെ താമസിക്കുകയും അയാളുടെ ഭാര്യയാണ് ഇന്ന് മലാത്തിയടത്തിയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ ലേഡി കഥാപാത്രം. അവിടെ ആ മലേഷ്യക്കാരനെ ജയിലിലാക്കിയതിന് ശേഷം, അതൊക്കെ പിന്നീട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മളോടൊക്കെ ആദ്യമേ തന്നെ പറയുന്നത് അയാൾ ബോംബ് പൊട്ടി മരിച്ചു അപ്പോൾ പറഞ്ഞ ഇതിൻ്റെ രസം എന്ന് പറയുന്നത് ഈ പട്ടികളാണ്.
ഈ കേരളത്തിലെത്തിയതിന് ശേഷം കുര്യാച്ചൻ കേരളത്തിലേക്ക് പട്ടികളെ കൊണ്ടുവരികയായിരുന്നു ചെയ്തത്, അല്ലെങ്കിൽ പട്ടിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയായിരുന്നു ചെയ്തത് എന്ന് വേണം വിചാരിക്കാൻ. ഇവരുടെ പട്ടികൾ, ഈ ആളുടെ പട്ടികൾ, ഈ മലേഷ്യക്കാരൻ്റെ അയാളുടെ ഭാര്യയുടെയും പട്ടികൾ. അപ്പോൾ പുറത്തുനിന്ന് മലേഷ്യക്കാരൻ പുറത്തേക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് ഒരാളെയും അകത്തേക്ക് കയറാൻ ഈ പട്ടികൾ സമ്മതിക്കില്ല. എന്നാൽ അകത്തുള്ള അയാളുടെ ഭാര്യയെ പുറത്തേക്ക് പോകാനും ഈ പട്ടികൾ സമ്മതിക്കില്ല. അതുപോലെ ട്രെയിൻ ചെയ്ത് എടുത്തു എന്നാണ് സംവിധായകൻ നമ്മളോട് പറയുന്നത്. ഇതിലൊക്കെ വാസ്തവമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. അത് നമുക്ക് വിശ്വാസയോഗ്യമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ വാസ്തവം ചികഞ്ഞു പോകേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഇങ്ങനെ വന്ന് പല ട്രിക്കുകളും പ്രയോഗിച്ച് ആണ് വരുന്നത്. വിനീതിൻ്റെ മോഹൻ പോത്തനെ ആരോ കൊല്ലുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാണിക്കുന്നുണ്ട്, ഇൻ്റർവെല്ലിന് മുമ്പ് നമ്മളെ കാണിക്കുന്നുണ്ട്, പട്ടികൾ ഓടിച്ച് അയാൾ 300 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടെ പട്ടികളും മരിക്കുന്നുണ്ട്. ആ കൊക്കയിലേക്ക് വീണ് പട്ടികളും മരിക്കുന്നുണ്ട്. പട്ടികളെ വിട്ടത് ആരായിരിക്കാം? കുര്യാച്ചനാണെന്നുള്ള ആ അർത്ഥത്തിലാണ് നമ്മളെ അവസാനം വരെ കൊണ്ടുപോകുന്നത്. കുര്യാച്ചൻ്റെ നിയന്ത്രണത്തിലാണ് ഈ പട്ടികൾ എന്നുള്ള അർത്ഥത്തിലാണ് കൊണ്ടുപോകുന്നത്. കുര്യാച്ചനാണല്ലോ ട്രെയിനിങ് കൊടുത്തയാൾ. പക്ഷേ സിനിമ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ വിചാരിക്കും ഈ പട്ടികളുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ഈ സന്ദീപ് അവതരിപ്പിക്കുന്ന പിയൂസാണ്, മണികണ്ഠനാണ് എന്നുള്ള തോന്നലും നമുക്കവിടെ വരുന്നുണ്ട്. അവസാനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പട്ടികളെല്ലാം നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നത് ഇന്നയാളാണ് എന്നുള്ളത്. അത് പറയുന്നില്ല, ഏതായാലും ഞാനത് ഇവിടെ പറയുന്നില്ല. കാരണം അത് സിനിമ കണ്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കേണ്ടതാണ്. സിനിമയുടെ ആസ്വാദനം പറയുന്ന സമയത്ത് അതിൻ്റെ കഥ മുഴുവൻ പറഞ്ഞ് എൻ്റെ പേരിലുള്ള ഒരു ആരോപണമാണത്. ഞാൻ കഥ മുഴുവൻ പറയുകയാണ് എന്ന്. സിനിമ എന്ന് പറയുന്നത് കഥയല്ലല്ലോ. പക്ഷേ കാര്യം മനസ്സിലാവണമെങ്കിൽ കഥ പറയണമല്ലോ. കാര്യം എൻ്റെ രീതി അതാണ്. കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ കഥ പറയുന്നത്. അതല്ലാതെ കഥ മുഴുവൻ പറഞ്ഞ് സിനിമയെ നശിപ്പിക്കും അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കഥയല്ല സിനിമ എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്നത് ദൃശ്യങ്ങളുടെ ആവിഷ്കാരമാണ് സിനിമ. അതിനെ പൊലിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിവൃത്തം കൊണ്ടുവന്നിരിക്കുന്നത്, കഥ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് പൊലിപ്പിച്ചു വരേണ്ടത്. ആ സംഗതിയാണ് അതിശക്തമായ ഭാഷയിൽ, സിനിമയുടേതായ ഭാഷയിൽ പൊലിപ്പിച്ചെടുത്ത് അത് നമ്മുടെ മനസ്സിലേക്ക് വന്ന് ആഞ്ഞു തറക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിലും ബുദ്ധിയിലും ഒക്കെ വന്ന് ആഞ്ഞു തറക്കേണ്ടത് ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ പട്ടികളുടെ ദൃശ്യങ്ങളൊക്കെ നോക്കുക. കാവൽ നിൽക്കുന്ന പട്ടികളെന്നാണ് നമ്മൾ ആദ്യം അശോകൻ്റെ കഥാപാത്രം അപ്പൂട്ടി പറയുന്നത്. അങ്ങനെയാണ്. ഈ മലാത്തിയടത്തേക്ക് എന്തൊക്കെ കൂടോത്രം, മലേഷ്യൻ ടൈപ്പിലുള്ള കൂടോത്രമൊക്കെ അറിയാം. അവരാണ് ആ പട്ടികളെ അങ്ങനെ ഒരു സൂചന അവിടെ നൽകുന്നുണ്ട്. ഏതായാലും കുര്യാച്ചൻ എന്ത് കുറ്റമാണ് ചെയ്തത്? പോലീസുകാർ മോഹൻ പോത്തനും ഫിലിപ്പും ഒക്കെ അന്വേഷിച്ച് വരാനായിട്ടുള്ള എന്ത് മാരകമായ കുറ്റമാണ് ചെയ്തത് എന്നുള്ള കാര്യം മാത്രം സംവിധായകൻ ഒരിടത്തും പറയുന്നില്ല, അവസാനം വരെ പറയുന്നില്ല. ഇത്രയും ആളുകൾ അന്വേഷിച്ച് വരാൻ അവരോട് എന്ത് ദ്രോഹമാണ് ഇയാൾ ചെയ്തത്? മോഹൻ പോത്തനോട് ചിലപ്പോൾ ദ്രോഹം ചെയ്തിട്ടുണ്ടാകും. കാരണം മലേഷ്യയിൽ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ മലേഷ്യക്കാരൻ്റെ വീട്ടിൽ 2-3 ദിവസം താമസിച്ചത്. അവിടുത്തെ പട്ടികളെയും അവിടുത്തെ രീതികളെയും രണ്ടുപേർക്കും മനസ്സിലായി. പക്ഷേ മോഹൻ എന്ത് കുറ്റമാണ്, അല്ലെങ്കിൽ കുര്യാച്ചൻ എന്ത് കുറ്റമാണ് മോഹനോട് ചെയ്തത്, മോഹൻ എന്ത് കുറ്റമാണ് കുര്യാച്ചനോട് ചെയ്തത്? ഇവർ തമ്മിൽ ശത്രുത വരാനുള്ള കാരണം എന്താണ്? എന്തിനാണ് ഇവരൊക്കെ അന്വേഷിച്ച് വരുന്നത്? ഇതൊന്നും സംവിധായകൻ ഒരു സ്ഥലത്തും പറയുന്നില്ല. എന്നാലും അവസാനം ആ ഇരിപ്പ്, ആ മലാത്തി ഏടത്തിയുടെയും ഇവൻ്റെയും ഈ പിയൂസ് എന്ന മണികണ്ഠൻ്റെയും ആ ഇരിപ്പിൽ, ആ വിദൂര ദൃശ്യത്തിൽ സിനിമ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. ആരാണ് ഈ പട്ടികളെ നിയന്ത്രിച്ചത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ്. ഒരു സംഭാഷണവും ഇല്ലാതെ തന്നെ, ഒരു ആക്രാന്തവും ഇല്ലാതെ തന്നെ സംവിധായകൻ അത് ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം, നല്ല ഛായാഗ്രഹണം ഒക്കെ ഉണ്ട്, എല്ലാം സമ്മതിച്ചു, ഒരു കുഴപ്പമില്ല. ഭാവിയുള്ള ഒരു സംവിധായകനാണ് ദിൻജിത്ത് അയ്യത്താൻ, അതും പറയാം. പക്ഷേ ഇവിടെ എന്ത് കാരണത്താലാണ് ഇവർ അന്വേഷിച്ച് വരുന്നത്? കുര്യാച്ചനെ അന്വേഷിച്ച് വരുന്നത് എന്ത് കാര്യത്തിലാണ്? ഈ മോഹൻ പോത്തൻ അന്വേഷിച്ച് വന്ന് മനസ്സിലാക്കാം. ഫിലിപ്പ് എന്തിനാണ് വരുന്നത്? പാപ്പച്ചൻ എന്തിനാണ് വരുന്നത്? പോലീസുകാരെന്തിനാണ് വരുന്നത്?
അയാൾ ആരെങ്കിലുമൊക്കെ കൊന്നോ, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലുമൊക്കെ കഞ്ചാവ് കൃഷി നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അതല്ലാതെ വേറെ ഒരു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഇടയ്ക്ക് ഇയാൾ വരുന്നുണ്ട്, കുര്യാച്ചൻ വരുന്നുണ്ട്, വനവാസത്തിലായിരുന്ന കുര്യാച്ചൻ ഇടയ്ക്ക് വരുന്നുണ്ട്. അന്നേരം കയ്യിലും അവിടെ ഇവിടെയൊക്കെ ചോര പുരണ്ടിട്ടുണ്ട്, ശരീരത്തും ഡ്രസ്സിലുമൊക്കെ ചോര പുരണ്ടിട്ടുണ്ട്. അത് എന്തായിരുന്നു എന്നുള്ളതൊന്നും പറയുന്നില്ല. പട്ടിയെ തല്ലിക്കൊന്നാലും ചോര വരില്ലേ, ചോര തെറിക്കാം. അപ്പം അതല്ല, നമുക്കതിൻ്റെ സൂചനകൾ വേണം. രസം പൂർണ്ണമാകണമെങ്കിൽ അതിൻ്റെ സൂചനകൾ വേണമെന്നാണ് ഈ പറയുന്നത്. എല്ലാം മറച്ചു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിനെയും മറച്ചു പിടിച്ച് രസം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചാൽ അത് അവസാനം അപകടത്തിൽ ചെന്ന്, അല്ലെങ്കിൽ അവസാനം അത് പ്രേക്ഷകരെ ഇളിഭ്യരാക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെന്ന് കൊണ്ടെത്തിക്കുകയേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമയിൽ എല്ലാവരും, സിനിമയിൽ അഭിനയിച്ച ആൾക്കാരെക്കാൾ ഉപരിയായിട്ട് സംവിധായകൻ്റെ പെർഫോമൻസാണ് ഈ സിനിമ നമുക്ക് നൽകുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകാഗ്രമായിട്ടിരുന്ന് ഈ സിനിമ കാണാനായിട്ട് കഴിയും. പക്ഷെ അവസാനം ആ ചോദ്യചിഹ്നം വരുന്നതോടുകൂടി എന്തിനാണ് കുര്യാച്ചനെ അന്വേഷിച്ചു വരുന്നത്, എന്താണ് കുര്യാച്ചൻ ചെയ്ത് തെറ്റ്, കുര്യാച്ചൻ എവിടെ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവും തരാതെ വരുമ്പോൾ നമുക്ക് അത്രയും നേരം കൊണ്ടുപോയ ആകാംക്ഷ വരുന്ന നമ്മുടെ ഏകാഗ്രതയെ അവിടെ അതൊരു ആ ഏകാഗ്രത കൊണ്ടുപോയ ഏകാഗ്രതയ്ക്ക് ഒരു പര്യവസാനം വേണമല്ലോ. ആ പര്യവസാനം അവിടെ ഒന്നുകിൽ ശുഭാപ്തിയായിരിക്കണം, അല്ലെങ്കിൽ അശുഭകരമായിട്ടുള്ള ദുരന്തമായിരിക്കണം. എന്തെങ്കിലും ഒരു രസം അവിടെ പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ആ രസപ്രധാനമായിട്ടുള്ള സംഗതി അവിടെ വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയെക്കുറിച്ച് പറയാൻ.